രണ്ടാമത്തെ കാര്യം, നമുക്ക് മനുഷ്യന് ഭക്ഷണം വേണം. ഭക്ഷണത്തെക്കാൾ മുമ്പ് വേണ്ടൊരു കാര്യമാണ്. ചില കൊച്ചുങ്ങൾ ജനിക്കുന്ന സമയത്ത് കരയില്ല. കരയാണ്ടിരിക്കുന്നത് നല്ലതാണോ, കരയണത് നല്ലതാണോ? കരയും വേണം. ജനിക്കുമ്പോൾ തന്നെ കരയാൻ ചോദിക്കണം. ജനിക്കുമ്പോൾ കരയണം. കരഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? കരയിപ്പിക്കുമോ? അതെ. അപ്പോൾ എന്ത് ചെയ്യണം? കരയിപ്പിക്കും. എന്തിനീ കരയിപ്പിക്കുന്നത്? അതാണ് എനിക്കറിയേണ്ട കാര്യം. കരയിപ്പിക്കാൻ കൊച്ചു വേദനിപ്പിക്കാനൊന്നല്ല കരയിപ്പിക്കണേ. മിണ്ടോന്നറിയാനോ? ഭയങ്കര ചോദ്യമായി പോയി. അതല്ല, കൊച്ചു മിണ്ടോ മിണ്ടില്ലെന്ന് അറിയാനല്ല. ഈ കരയണ സമയത്ത് ശ്വാസം വലിക്കാൻ വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ് കേട്ടോ. മിണ്ടി വർത്താനം പറയോ ഡാഡി മമ്മിന്നൊന്നും കൊച്ചു നിൽക്കില്ല. അല്ലേ എന്ന് പറഞ്ഞ കൊച്ചു കരയുള്ളൂ. പറയേണ്ടത് ഒരാൾക്ക് മനസ്സിലാവില്ല. എല്ലാ കുട്ടികളും ഒരുപോലെ പറയാ. മിണ്ടാനല്ല, മറിച്ച് എന്ത് ചെയ്യാനാ? ഓക്സിജൻ കിട്ടാനാ. ബ്രീത്തിങ് കിട്ടാൻ. എന്നാലേ കൊച്ചു ജീവിക്കുള്ളൂ. അപ്പോ ഒരു ക്രിസ്ത്യാനിയുടെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് ഓക്സിജനാണ്. ഏത് ഓക്സിജൻ? ദൈവത്തിന് ഓക്സിജൻ അല്ല. ഭക്ഷണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഒരാളെ പറഞ്ഞു കഴിഞ്ഞു വചനം. ഈ ഓക്സിജന്റെ പ്രത്യേകത എന്താ? അതെന്തോരം സമയം വേണം? ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര സമയം വരെ വേണം ഈ ഓക്സിജൻ? മരണം വരെ വേണം. ഓക്സിജൻ നിന്നെന്ത് ചെയ്യും? മൂക്കിലേക്ക് വിളിച്ചപ്പോൾ മൂക്കാട് അടച്ചു പിടിച്ച് എന്ത് സംഭവിക്കും? എന്തുകൊണ്ട് ഈ വെള്ളത്തിൽ കൂടെ ആൾ പെട്ടെന്ന് മരിക്കണത്? ശ്വാസം കിട്ടാത്തതുകൊണ്ടല്ലേ? ഹല്ലേലൂയ. നമ്മുടെ ഈ സ്നാനക്കുളത്തിൽ ഒരു കൊച്ചുകുട്ടി വീണു, വെള്ളത്തിൽ മുങ്ങി, പക്ഷെ മരിച്ചില്ല. ദൈവത്തിന്റെ കൃപ. ആമേൻ, സ്തോത്രം. അപ്പൊ ഞാൻ പറയട്ടെ, ശ്വാസം വേണം അല്ലേ? അപ്പൊ ക്രിസ്ത്യാനിയുടെ ഓക്സിജൻ എന്ന് പറയാൻ കാരണം എന്തായിരിക്കും? ഓക്സിജൻ എന്തായിരിക്കും? പ്രാർത്ഥന. എന്താ കാരണം? ഒരു വാക്യം വായിക്കാം. വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഹല്ലേലൂയ. 1 തെസ്സലോനിക്ക 5:17 വാക്യം വായിക്കാം. 1 തെസ്സലോനിക്ക 5:17 വാക്യം. എന്തുകൊണ്ടാണ് പ്രാർത്ഥന ഒരു ആത്മീയന്റെ ശ്വാസമാണെന്ന് പറയാൻ കാരണം? ഒരു മിനിറ്റ്. എങ്ങനെ പ്രാർത്ഥിക്കണം? ഇടവിടാതെ നമ്മൾ ചെയ്യുന്നതാണ് ശ്വാസം എടുക്കുന്നത്. ആണോ? അല്ലേ? ഇടവിടാതെ എടുക്കുന്നതല്ലേ? അപ്പൊ ഇടവിടാതെ എടുക്കുന്ന ഒരു കാര്യം ഇവിടെ പറയുകയാണ്. എന്ത്? പ്രാർത്ഥിപ്പിൻ. അപ്പൊ ഒരു ആത്മീയന്റെ ആരോഗ്യ രഹസ്യം 1 ഭക്ഷണം, 2 പ്രാർത്ഥന എന്ന ശ്വാസം. ആമേൻ. പ്രാർത്ഥിക്കാതിരുന്നാൽ ഒരു ജീവച്ഛവം പോലെ. ആത്മീയന്റെ കാര്യം ഞാൻ പറയാം. ഭക്ഷണമൊക്കെ വെട്ടി വീഴുന്നുണ്ടാവും, ഒക്കെ നടക്കുന്നുണ്ടാവും, അത് ചെയ്യുന്നുണ്ട്. ലോകവർത്തമാനം ഇഷ്ടംപോലെ പറയുന്നുണ്ട്. ലോകവർത്തമാനം നിർത്തി ആത്മീയ വർത്തമാനം പറയുവാൻ, ആത്മീയ കാര്യങ്ങൾ ചെയ്യുവാൻ, ആത്മീയ മുന്നേറ്റം നടത്തുവാൻ ഒരു വ്യക്തിക്ക് കഴിയണമെങ്കിൽ അവൻ പ്രാർത്ഥിക്കുന്നവനാകണം, പ്രാർത്ഥിക്കുന്നവളാകണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു വരും, നമ്മുടെ ജീവിതത്തിൽ ഒരു ശ്വാസം. എങ്ങനത്തെ ശ്വാസം നമുക്ക് വേണ്ടത്? അടച്ചിട്ട റൂമിൽ നിന്നുള്ള ശ്വാസം, അതോ ഈ മാവിൻ്റെ അടയ്ക്കോ, അല്ലെങ്കിൽ ഈ ജാതിയുടെ അടയ്ക്കോ, അല്ലെങ്കിൽ നല്ല പച്ച ചെടികളുള്ള സ്ഥലത്ത് നിന്ന് ശ്വാസം വലിക്കുന്നതായിരിക്കും കൂടുതൽ ആരോഗ്യത്തിന് നല്ലത്? പച്ച. എന്താ കാരണം? അത് ഓക്സിജൻ പോലെ തരുന്നുണ്ടാവും. ശരിയല്ലേ? ഇനി ശ്വാസം വലിക്കാത്തവർക്ക് നഴ്സുമാരെന്തിനാ കൊടുക്കുക? ഓക്സിജൻ അല്ലേ? അപ്പോൾ ഓക്സിജൻ ഫുള്ളായിട്ട് മൂക്കില്ല പോകും, ഒരു ആശ്വാസം. ഹല്ലേലൂയ. ഓക്സിജൻ കൊടുത്ത ഒരു ഫ്രഷ്നസ്. അപ്പം നമുക്ക് വേണ്ടതായിരിക്കുന്ന നമ്മുടെ ചില പ്രാർത്ഥന ഉണ്ട്, സ്ഥിരമായ പ്രാർത്ഥന. ചിലർ, നിങ്ങൾ ചിന്തിച്ച് നോക്കിയോ, ഉപവാസ പ്രാർത്ഥന വന്നിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ഒരു ആദ്യത്തെ 2-3 വാക്യങ്ങൾ നോക്കാം. 2-3 വാക്യങ്ങൾ. അവർ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ 20 കൊല്ലം കഴിഞ്ഞ എല്ലാവരും പ്രാർത്ഥന ആദ്യത്തെ 3 വരി ഒന്നരിക്കും. നമ്മുടെ ദൈവത്തെ എന്തോരം പേരൊക്കെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കും. ശരിയല്ലേ? സർവശക്തനായ ദൈവമേ, എൻ്റെ ഉടയവനായ കർത്താവേ, എൻ്റെ രക്ഷകനായ നാഥനെ. അതിന് പകരം പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത്
ഞങ്ങൾ അളകൂടാതെ സ്നേഹിക്കുന്ന ഇത് കാണാൻ പഠിച്ചു പോയി. കർത്താവ് ഇവനൊന്ന് മാറ്റി പിടിച്ചുകൂടെ, എനിക്ക് എന്തോരം പേരുള്ളതാണ്, ഞാൻ എത്രയോ അവന് പുതു കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന, അവൻ്റെ വളർച്ച, അവൻ്റെ ശാരീരിക വളർച്ച, അവൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് നടത്തിക്കൊണ്ട് ഇവന് ഈ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ കർത്താവിനത് ഇന്ന് പൊന്നെ നാളെ ചക്കരെ എന്നൊക്കെ നമുക്ക് ചിലർ വിളിക്കാൻ തോന്നാറുണ്ട്. നമ്മുടെ കർത്താവിനെ വിളിക്കാൻ തോന്നുന്നില്ലല്ലോ. ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞു വരും, നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്ക് നല്ല ഫ്രഷ് എയർ ആയിട്ട് എന്ന് പറഞ്ഞ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്വർഗത്തിൽ നിന്ന് നമ്മുടെ ഉള്ളിലേക്ക് ഒരു വലിയ ഒരു ശക്തി ലഭിക്കുന്ന ഒരു കാര്യമാണ്. ആമേൻ, സ്തോത്രം. മൂന്നാമത്തെ കാര്യം,